പ്രോഡക്റ്റുകളുടെ കൂട്ടുകൾ ചോദിച്ചുകൊണ്ട് വളരെയധികം കമൻറ്റുകൾ നമുക്ക് ലഭിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടാണ് എന്നിവിടെ പറയുന്നത്. തീർച്ചയായിട്ടും മറ്റുള്ളവർക്കും ഗുണപ്രദം തന്നെയായിരിക്കും. ചെറിയ രീതിയിലുള്ള ബിസിനസ്സുകൾ വീട്ടിൽ നിന്ന് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉതകുന്ന ഒരു കൂട്ട് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലും പറയുന്നത്. നമസ്കാരം, സ്മോൾ ബിസിനസ് ഐഡിയസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ പറയാൻ പോകുന്നത് സാധാരണഗതിയിൽ നമ്മളുടെ വീഡിയോകൾ കാണുമ്പോൾ അവിടെ നമുക്ക് ഇന്ന പ്രോഡക്റ്റിന്റെ കൂട്ട് എങ്ങനെയാണ് അല്ലെങ്കിൽ ഫോർമുലേഷൻസ് എങ്ങനെയാണ് എന്ന് ചോദിച്ചു വരുന്ന കമന്റുകൾ ധാരാളമുണ്ട്. അതിലൊന്നാണ് ക്ലീനിങ് ലോഷൻ. പലരും ചോദിക്കുന്നതാണ്. ക്ലീനിങ് ലോഷനെ കുറിച്ച് ഒത്തിരി വീഡിയോകൾ യൂട്യൂബിൽ ഓൾറെഡി ഉണ്ട്. എങ്കിൽ പോലും നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മളുടെ ഉത്തരവാദിത്തത്തിൽപ്പെടുന്ന ഒരു കാര്യമാണ് അത് അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. ഇവൻ നമുക്ക് അറിയാമെങ്കിൽ ലൈക്ക് ഇവിടെ പറഞ്ഞെങ്കിൽ മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് പ്രതിജ്ഞ എടുക്കാതെ പ്ലീസ് ഒരു ലൈക്ക് ചെയ്തിട്ട് മുമ്പോട്ട് പോവുക. വിവിധ ഉപയോഗങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതും ഉപയോഗിക്കാൻ വളരെ സൗകര്യപ്രദവുമായതിനാൽ വലിയ വിപണന സാധ്യതയുള്ള ഒരു കാര്യമാണ് ക്ലീനിങ് ലോഷൻ. തറ കഴുകാൻ ഉപയോഗിക്കാം, പാത്രങ്ങൾ കഴുകാൻ ഉപയോഗിക്കാം, വാഹനങ്ങൾ കഴുകാൻ ഉപയോഗിക്കാം. ഇങ്ങനെ 3-4 മൾട്ടി പർപ്പസ് യൂസേജ് ആണ് ഇതിന് ഉള്ളത്. സാധാരണഗതിയിൽ ഒരു ബക്കറ്റ് വെള്ളത്തിൽ 30 മില്ലി ക്ലീനിങ് ലോഷൻ ചേർത്ത് നമ്മൾ കഴുകാൻ ഉപയോഗിക്കുകയാണ് വേണ്ടത്. അങ്ങനെയുള്ള ഒരു ക്ലീനിങ് ലോഷന്റെ കൂട്ടാണ് ഇന്നിവിടെ പറയുന്നത്. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എഴുതിയെടുക്കേണ്ടവർ എഴുതിയെടുക്കുക. ഏറ്റവും ആദ്യം വേണ്ടത് ആസിഡ് സ്ലറിയാണ്. സ്ലറി കെമിക്കൽ ഷോപ്പുകളിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയാം, അവർ അത് നിങ്ങൾക്ക് തരും. ആസിഡ് സ്ലറി വേണ്ടത് 10 ഗ്രാം ആണ്. പിന്നെ വേണ്ടത് കാസ്റ്റിക് സോഡയാണ്. കാസ്റ്റിക് സോഡ 1.5 കിലോഗ്രാം വേണം. പിന്നെ വേണ്ടത് യൂറിയ ആണ്. 500 ഗ്രാം വേണ്ടി വരും. പിന്നെ വേണ്ടത് 40 ലിറ്റർ ജലമാണ്. അതായത് ഒരു നല്ല ക്വാണ്ടിറ്റിയാണ് ഇവിടെ പറയുന്നത്. 40 ലിറ്റർ നല്ല ശുദ്ധജലം, യൂറിയ 500 ഗ്രാം, കാസ്റ്റിക് സോഡ 1.5 കിലോ, ആസിഡ് സ്ലറി 10 ഗ്രാം. ഇത്രയും സാധനങ്ങളാണ് ഇതിനു വേണ്ടി വേണ്ടത്. ആദ്യം ചെയ്യേണ്ടത് എന്താണ് എന്ന് പറയാം. കാസ്റ്റിക് സോഡ വെള്ളത്തിൽ നന്നായിട്ട് ലയിപ്പിക്കുക. പൂർണ്ണമായും ലയിച്ചു കഴിയുമ്പോൾ ആസിഡ് സ്ലറി അല്പാൽപ്പം ആ ലായനിയിലേക്ക് ചേർക്കുക. വളരെ കുറച്ചേ ഉള്ളൂ, അത് ചേർത്ത് ഇളക്കിക്കൊണ്ടിരിക്കുക. മുഴുവനും ചേർത്ത് കഴിയുമ്പോൾ വീണ്ടും കുറേശ്ശെ ഇളക്കിയ ശേഷം നന്നായി തണുക്കാൻ അനുവദിക്കുക. ആസിഡ് സ്ലറി 10 ഗ്രാം എന്ന് പറഞ്ഞു. ഒരല്പം കൂടി എന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ തയ്യാറായിരിക്കുന്ന ദ്രാവകം, അതായത് നമ്മൾ ഇത് രണ്ടും കൂടെ കൂട്ടിക്കലർത്തിയ ദ്രാവകമുണ്ട്. അതിൻ്റെ അസിഡിറ്റി ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യണം. അസിഡിറ്റി കുറവാണെങ്കിൽ ആസിഡ് സ്ലറിയും, ക്ഷാരമാണ് കുറവെങ്കിൽ കാസ്റ്റിക് സോഡ ലായനിയും ചേർത്ത് ക്ഷാരമോ അമ്ലമോ അല്ലാത്ത അവസ്ഥയിൽ ആക്കണം. ഇത് നിങ്ങൾക്ക് കെമിക്കൽ ഷോപ്പിലുള്ളവർ പറഞ്ഞു തരും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്. അതായത് ലിറ്റ്മസ് ടെസ്റ്റ് ചെയ്താണ് നമ്മൾ ഇതിന്റെ കൃത്യമായിട്ടുള്ള അളവ് കണ്ടുപിടിക്കേണ്ടത്. ഇനി ഈ ദ്രാവകത്തിന്റെ നിറം തെളിഞ്ഞതല്ലെങ്കിൽ യൂറിയ അല്പാൽപ്പം ചേർത്ത് ഇളക്കി കൊടുക്കുക. അങ്ങനെ തെളിഞ്ഞ നിറം വരുത്തുന്നത് വരെ അല്ലെങ്കിൽ വരുന്നത് വരെ അത് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗുണമേന്മ കുറഞ്ഞ ആസിഡ് സ്ലറി ഉപയോഗിച്ചാൽ തെളിഞ്ഞ നിറം ലഭിക്കുകയില്ല. ഈ ദ്രാവകം നമ്മൾ തണുത്ത് കഴിയുമ്പോൾ ബോട്ടിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി അതിനു മുമ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും സുഗന്ധം ആഡ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ബോട്ടിലിൽ ആക്കുക. 100 മില്ലി, 200 മില്ലി, 500 മില്ലി, 1000 മില്ലി, ഇങ്ങനെ ഏത് തരത്തിലുള്ള ബോട്ടിൽ വേണേലും ആക്കാം. അതിനനുസരിച്ചുള്ള സ്റ്റിക്കറുകൾ ഉണ്ടാക്കുക. അതിനനുസരിച്ചുള്ള വിലകളും കാര്യങ്ങളും ഒക്കെ തീരുമാനിക്കുക. ഇവിടെ ഞാൻ വിലയൊന്നും പറയുന്നില്ല. കാരണം ഈ സാധനത്തിന്, അതായത് ഈ ആസിഡ് സ്ലറിക്ക് ആണെങ്കിലും കാസ്റ്റിക് സോഡയ്ക്ക് ആണെങ്കിലും യൂറിയയ്ക്ക് ആണെങ്കിലും ടൈം ടു ടൈം വില മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് പറയുന്ന വില ആയിരിക്കില്ല നാളെ അത് കിട്ടുന്നത്. എന്നാലും അങ്ങോട്ടോ ഇങ്ങോട്ടോ 5-10% വ്യത്യാസമേ വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ടൗണിലുള്ള കെമിക്കൽ ഷോപ്പിൽ പോവുക. ഈ സാധനങ്ങൾ വളരെ കുറവ്, ഏറ്റവും കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ വാങ്ങിക്കുക. സ്വന്തം വീട്ടിലെ ആവശ്യത്തിന് എന്ന രീതിയിൽ വാങ്ങിക്കുക. അതിനെ പ്രിപ്പയർ ചെയ്യുക, അത് ചെക്ക് ചെയ്യുക. അതിനുശേഷം സ്വയം ഉപയോഗിച്ച് സംതൃപ്തരാകുക. ആദ്യം നമ്മളുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിച്ച് കൃത്യമാണോ എന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം, അതായത് 100% നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയാൽ നമ്മൾ പ്രൊഡക്ഷനിലേക്ക് ഇറങ്ങുന്നു. എന്ത് വന്നാലും 500 രൂപയിൽ കൂടുതൽ വേണ്ട ഈ 40 ലിറ്റർ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഈ പ്രോഡക്റ്റിന്റെ വില എങ്ങനെ വരും എന്നുള്ളത്. അതൊക്കെ നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ സാമാന്യബോധം വെച്ച്, മാർക്കറ്റിന്റെ അവസ്ഥ വെച്ച് അതൊക്കെ തീരുമാനിക്കുക. ശേഷം നിങ്ങൾക്ക് മാർക്കറ്റിൽ ഇറക്കാം. പ്രത്യേകിച്ച്
കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇത് ഡോർ ടു ഡോർ മാർക്കറ്റിംഗ് ആയിരിക്കും ഏറ്റവും നല്ലത്. ഡോർ ടു ഡോർ ആകുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ആണ് സെയിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡീലിംഗ് കസ്റ്റമറുമായിട്ട് ഡയറക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രോഡക്റ്റിന് ഗുണമേന്മയുണ്ടെങ്കിൽ നിങ്ങളെ വിളിക്കാനുള്ള സൗകര്യം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അവർ തന്നെ പബ്ലിസൈസ് ചെയ്ത് നമുക്ക് കൂടുതൽ കച്ചവടം ഉണ്ടാക്കി തരും. ചെറിയ ബിസിനസ്സാണ്, വീട്ടിൽ നിന്നും തുടങ്ങാൻ പറ്റുന്ന ബിസിനസ്സാണ്. അത്യാവശ്യം വീട്ടു കാര്യങ്ങൾ നടത്താൻ വേണ്ടിയുള്ള ഒരു എക്സ്ട്രാ വരുമാനം കിട്ടുന്ന ഒരു ബിസിനസ്സാണ്. അതിൽ കൂടുതൽ ഇതിൽ നിന്ന് തൽക്കാലം പ്രതീക്ഷിക്കാതിരിക്കുക. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അതാത് സമയങ്ങളിൽ ലഭിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.